ഇന്ന് വിഷുവിനായി ഞാൻ തയ്യാറാക്കിയ ഒരു ചെറിയ ഉടയാട എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ? ഇതിനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു ചാർട്ട് പേപ്പറാണ്. പിന്നീട് ഒരു കസവിന്റെ തുണിയോ അല്ലെങ്കിൽ വെള്ള തുണിയോ എടുക്കാം. ചാർട്ട് പേപ്പറിന്റെയും കസവിന്റെയും കട്ട് ചെയ്യാനുള്ള മെഷർമെന്റ്സ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പിന്നീട് ഈ ഒരു ചാർട്ട് പേപ്പർ ആ ഒരു കസവിന്റെ തുണിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനായി നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കസവിന്റെ തുണി ചാർട്ട് പേപ്പറിനെക്കാട്ടും ഇത്തിക്കൂടെ വലുതായിരിക്കണം. എന്നിട്ട് റിമൈനിങ് വരുന്ന തുണിയുടെ പോർഷൻ ചാർട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ഉടയാട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. എല്ലാ സൈഡും നല്ല രീതിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇരിക്കുന്നത്. പിന്നീട് ഇതുപോലൊരു ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉടയാടയ്ക്ക് കൂടുതൽ ഭംഗി വരും. പിന്നീട് ഞാനൊരു റെഡ് ലേസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ ഇങ്ങനെ സിക്സ് ആയിട്ട് മടക്കി മടക്കി കൊടുക്കണം. മുഴുവനായിട്ട് മടക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വിഷറി പോലൊരു സ്ട്രക്ചർ കിട്ടും. പിന്നീട് ഞാൻ ഈ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഉടയാടയുടെ താഴത്തെ പോർഷനിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ഉടയാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിഷു കണിയിലേക്ക് വെക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഈ ഉടയാട ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.